KPCC അംഗവും താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ എ അരവിന്ദന് എതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷേപം. പ്രതി ഒളിവിലായിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇയാളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവിനെതിരെ നടപടിയെടുക്കാൻ KPCC നേതൃത്വവും തയ്യാറായിട്ടില്ല. ജോലി കരാർ നീട്ടിത്തരാമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചാണ് മോശമായി സംസാരിച്ചതെന്ന് പരാതിക്കാരിയായ യുവതി പറഞ്ഞു. വർഷത്തേക്ക് കരാർ പുതുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരവിന്ദൻ എന്ന് പറഞ്ഞ ആളെ വീട്ടിലേക്ക് പോയത്. അയാള് പാർട്ടിയിലുള്ള മുതിർന്ന സ്ഥാനത്തുള്ള ആളാണ്, അതുപോലെ മുമ്പത്തെ പ്രസിഡന്റും ആയിരുന്നു. അപ്പോൾ ഭരണസമിതിയിലുള്ള ആളുകളടുത്ത് ഇയാളൊരു റെക്കമെൻഡേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിന് റെഡി ആയാലാണ് ഇയാൾ റെക്കമെൻഡ് ചെയ്യുക നമുക്ക് വേണ്ടി ജോലിക്ക്. അപ്പോൾ ഇയാൾ അവിടെ നമ്മളങ്ങനെ രീതിയിൽ റെഡിയാന്നുള്ള രീതിയിൽ നമ്മളെ കയറി പിടിക്കുകയും നമ്മളെ ഇതിനു വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തു. ഇതിലുള്ളവരൊക്കെ ആയിട്ട് പാർട്ടിയിലുള്ള ചില നേതാക്കന്മാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന്ന് പിന്മാറണം, അല്ലെങ്കിൽ നമ്മൾ ഇനി ഒറ്റപ്പെടും, അല്ലെങ്കിൽ നമുക്ക് പാർട്ടിയിൽ നിന്ന് ഒരു സഹായം കിട്ടില്ല. ആക്ച്വലി എൻ്റെ ഫാദറും കോൺഗ്രസ് പ്രവർത്തകനാണ്, പക്ഷെ നമ്മൾക്ക് ഭയങ്കര കോംപ്രമൈസ് ചെയ്യണം, അങ്ങനത്തെ രീതിയിലാണ് അവർ പറയുന്നത്. പോലീസിൽ FIR ഇട്ടുണ്ട്, പക്ഷെ അയാൾ മുങ്ങിയതാണ്, അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയാണ് അറിഞ്ഞത്. ഇപ്പോൾ വിശദാംശങ്ങളുമായി അരുൺ ചേരുകയാണ്. അരുൺ, പോലീസ് പറയുന്നത് കേട്ടാൽ തോന്നുക ഒളിവിൽ പോയാൽ പിന്നെ പ്രതിയെ പിടിക്കുന്ന പരിപാടി കേരള പോലീസിനില്ല എന്നാണോ? പ്രതി ഒളിവിലാണ് എന്ന് കൈമലർത്തുകയാണോ പരാതിക്കാരിയോട് പോലീസ് ചെയ്യുന്നത്? പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനം പോലീസിന്റെ അന്വേഷണത്തിന് വിലങ്ങുതടിയാവുന്നുണ്ടോ, തടസ്സമാവുന്നുണ്ടോ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അത് ആഴ്ചകളായി ഈ ഒരു പ്രതി ഒളിവിൽ കഴിയുകയാണ്. ആ ഒളിവിൽ കഴിയുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം UDF-ലെ തന്നെ കോൺഗ്രസിലെ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാവാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ KPCC മെമ്പർ കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ പോലീസിന്മേൽ വലിയ രീതിയിലുള്ള ഒരു ഭരണപരമായ ഇടപെടൽ ഈ കേസിന്റെ നാൾവഴികളിൽ ഉണ്ടാകും. കാരണം ഒരാഴ്ചയായി പ്രതി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒളിവിൽ കഴിയുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ അതേ ഒളിവിൽ കഴിയുകയാണ്, നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ലാഘവത്തോടെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് പ്രതികരിച്ചത്. അതിൽ തന്നെ വ്യക്തമാണ്. കാരണം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിൽ വരുന്നുണ്ട്. കാരണം ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് നടപടികൾ വൈകിപ്പിക്കുന്നത്. പോലീസ് അത്തരം ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നു എന്ന വലിയ പരാതി പ്രദേശത്ത് ഉയരുന്നു. പരാതിക്കാരി തന്നെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറയുന്നുണ്ട്. അന്വേഷണം പ്രതിക്ക് സഹായകരമാകും വിധത്തിൽ മന്ദഗതിയിലാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അരുണാണ് വിശദാംശങ്ങൾ സൂചിപ്പിച്ചത്.